ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മുടെ നാട്ടിൽ ഈ മാടൻ, മറുത, യക്ഷി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇംഗ്ലീഷുകാരുടെ നാട്ടിലുള്ള ഒരു ഭൂതമാണ് ബാഗ് മാൻ. കേൾക്കുന്നതിൽ മാറ്റമൊന്നുമില്ലല്ലോ. അതായത് ബാഗ്, നമ്മൾ ഈ തൂക്കിക്കൊണ്ട് കിടക്കുന്ന ബാഗ് ഉണ്ടല്ലോ, ആ ബാഗ് മാൻ. ഈ ഭൂതത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാരണം, ഈ ഭൂതം നോട്ടിട്ട ഒരാളുണ്ടല്ലോ, ആ ആളെ നാലായിട്ട് മടക്കി കൊന്നുകളഞ്ഞ് ഈ ഭൂതത്തിന്റെ കയ്യിൽ എപ്പോഴും വലിയൊരു ബാഗ് ഉണ്ടാവും. ആ ബാഗിനുള്ളിൽ കയറ്റി സിബ് ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഭൂതത്തിനെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. അതുപോലെ ഈ ബാഗ്മാൻ ജീവിക്കുന്നത് ഒരു ടണലിന്റെ ഉള്ളിലാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ആ ടണലുള്ള നാട്ടിലേക്ക് നമ്മുടെ കഥാനായകനും അവന്റെ ഫാമിലിയും ഈ പ്രശ്നങ്ങളൊന്നും അറിയാതെ ഈ നാട്ടിലേക്ക് താമസം മാറി വരികയാണ്. അതായത് സിറ്റിയിൽ ജീവിച്ച ഇവർക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ പട പേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തംകുളത്തി പട എന്ന് പറഞ്ഞതുപോലെ അവിടെ എത്തിയതിനു ശേഷം പാട്രിക്ക്, അതായത് നമ്മുടെ കഥാനായകൻ, ഒരുപാട് അനുഭവിച്ചു. അവരുടെ പിന്നാലെ തന്നെ, ഇവരുടെ ഫാമിലിയുടെ പിന്നാലെ തന്നെ വേട്ടയാടിക്കൊണ്ട് ആ ഒരു ബാഗ്മാൻ വരാൻ തുടങ്ങി. എന്തായിരിക്കും അതിന്റെ ആ ഒരു കാരണം? ഇതിൽ നിന്നും പാട്രിക്കിന് അവന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ? ഇതാണ് ഈ ഒരു കഥയിലൂടെ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സോ അവന്റെ കഥയിലേക്ക്, അതായത് ബാഗ്മാന്റെ ആ ഒരു കഥയിലേക്ക് നേരെ അങ്ങ് പോവുകയല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു അച്ഛനെയും മകളെയും കാണിക്കുന്നുണ്ട്. ഈയിടെയായിട്ട് ഈ മകള് അധികം സംസാരിക്കുന്നൊന്നുമില്ല. മാത്രമല്ല അവള് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെന്ന് ഈ അച്ഛൻ ആ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് അവളിട്ട് തുറന്ന് പറയുന്നുമില്ല. അപ്പൊ അത് മനസ്സിലാക്കണമല്ലോ. അപ്പൊ ചുമ്മാ അവളുടെ കൂടെ ചില സ്പോർട്സും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് ആ അച്ഛൻ അവളോട് ചോദിക്കുകയാണ്, മോളെ എന്താ പറ്റിയത് നിനക്ക്? നീ എന്താണ് പണ്ടത്തതുപോലെ ആക്റ്റീവ് അല്ലാത്തത്? അങ്ങനെ കുറെ നേരം ചോദിച്ച സമയത്ത് ആ പെൺകുട്ടി കാര്യം പറയാണ്. അതായത് ഇവര് രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് സൈക്ലിങ്ങിന് പോകാറുണ്ട്. അവൾക്ക് അതിനെ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് പോകാൻ തീരെ താല്പര്യമില്ല. സോ അവൾക്കൊരു ധൈര്യം വന്നോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ദിവസം ഇവളോടൊന്ന് ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞിരുന്നു. അന്ന് അവള് പോയത് ഇവിടെ തന്നെയുള്ള ആരും അധികം ഉപയോഗിക്കാത്ത ഒരു പഴയ ടണലിന്റെ ഭാഗത്തേക്കാണ്. അവിടെ പോയി വന്നതിന് ശേഷമാണ് ഈ പെൺകുട്ടി ഇതുപോലെ ഡിസ്റ്റർബ് ആയിട്ട് നിൽക്കുന്നത്. ആ പഴയ ടണൽ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. അതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പെൺകുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നത്. ഇപ്പൊ ഇത് കേട്ടപ്പോൾ അവളുടെ അച്ഛൻ പറയണു, ഹോ ഇതായിരുന്നു നിന്റെ വലിയ കാര്യം, വെറും കെട്ടുകഥകളിൽ വിശ്വസിച്ച് വെറുതെ പേടിച്ച് നടക്കുന്നു. എന്തായാലും ഇതേ നേരം തന്നെ ആ ഒരു പെൺകുട്ടി, അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടെഡി ബിയർ ഉണ്ട്. കളിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ അതും കയ്യിൽ വെച്ചുകൊണ്ടാണ് അവൾ പോകുന്നത്. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയപ്പോൾ ഈ അച്ഛൻ മകളോട് പറയണം, മോളെ ഈ പാവയൊക്കെ വെച്ച് കളിക്കുന്ന ആ ഒരു പ്രായം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും നിന്റെ എല്ലാ പാവകളും എടുത്തിട്ട് വാ. നമുക്ക് എന്തായാലും ഇത് ചെറിയ കുട്ടികൾ ആരുണ്ടെങ്കിൽ അവർക്ക് ഡൊണേറ്റ് ചെയ്യാന്ന് പറയണം. അവൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ രണ്ടും കൽപ്പിച്ച് എല്ലാ പാവയും ആ ഒരു ബോക്സിലേക്ക് ഇടുന്നുണ്ട്. അവസാനം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടെഡി ബിയർ ഉണ്ടല്ലോ, അതിനെയും അതിലേക്ക് ഇടുകയാണ്. എന്നാൽ അത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞു അടുത്ത നിമിഷം തന്നെ പെട്ടെന്ന് അവിടെ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ പോലെ, അതായത് ഇത്രയും നേരം കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അത് പതിയെ പതിയെ മിന്നി കളിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അച്ഛൻ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നു. ഈ അച്ഛനെ കാണാനില്ല. അച്ഛന്റെ ഒരു ഞെരങ്ങൽ സൗണ്ട് മാത്രം കേട്ട് അവൾ ആ ഒരു ഗാരേജിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ നിലത്ത് മലന്നടിച്ച് വീണിരിക്കുകയാണ് അവളുടെ അച്ഛൻ. വായിൽ നിന്ന് നുരയും പതിയും എല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ സമയത്ത് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ ഇവിടെ നിൽക്കണ്ട, വേഗം ഓട് 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 എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേ നേരം തന്നെ അവളുടെ പിന്നിലായിട്ട് ഒരു രൂപം വന്ന് നിൽക്കുകയാണ്. അതിന്റെ കയ്യിൽ വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അമാനുഷികമായിട്ടുള്ള ആ രൂപം നമ്മുടെ ഈ ഒരു പെൺകുട്ടിയെ നാലായി മടക്കി ആ ബാഗിനുള്ളിലേക്ക് കയറ്റി ആ സിബ് അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്. ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ദ ബാഗ് മാൻ. ഇതിനുശേഷം ഈ സിനിമയിലെ നമ്മുടെ കുഞ്ഞു ഹീറോ ആയിട്ടുള്ള ജെയ്ക്കിനെ കാണിക്കുകയാണ്. ആളൊരു 5 വയസ്സുള്ള കുട്ടിയാണ് കേട്ടോ. അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മടിയിൽ ഇരുന്നു കൊണ്ട് അവന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അച്ഛൻ തന്നെയാണ് അത് അവന് മേടിച്ചു കൊടുത്തത്. ഈ ഒരു ഫ്ലൂട്ട് അവൻ എത്രത്തോളം ഫേവറേറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം അവൻ നിലത്ത് വെക്കില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജെയ്ക്കിന്റെ അച്ഛനുണ്ടല്ലോ, ഈ അച്ഛന്റെ ബ്രദർ, അതുപോലെ തന്നെ ബ്രദറിന്റെ ഭാര്യ, ഇവരെല്ലാവരും വീട്ടിലേക്ക് വരികയാണ്. ഇതിനുശേഷം അവന്റെ അച്ഛനും അതുപോലെ ആ ഒരു ബ്രദറും സംസാരിക്കുന്നുണ്ട്. ഇവരുടെ ഫാമിലിക്ക് ഒരു ഫാമിലി ബിസിനസ് ഉണ്ട്. എന്തോ ഒരു വുഡിന്റെ കച്ചവടമാണ്. അതൊക്കെ ചെയ്യുന്നത് അവന്റെ ചേട്ടനാണ്. പക്ഷെ ജെയ്ക്കിന്റെ അച്ഛന് പുതിയ എന്തോ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്. അത് ചെയ്യാൻ വേണ്ടി ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. കാരണം ഇവൻ നേരത്തെ തന്നെ ഇതുപോലെ പല ബിസിനസിന്റെയും പേര് പറഞ്ഞ് ലോൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയൊരു ലോൺ കിട്ടുന്നുമില്ല, പുതിയ വർക്കുകൾ മുന്നോട്ടേക്ക് പോകുന്നുമില്ല. ഇതിനുശേഷം ജെയ്ക്കിന്റെ അമ്മയും അതുപോലെ തന്നെ ചേട്ടന്റെ ഭാര്യയും കാണിക്കുകയാണ്. ജെയ്ക്കും ജെയ്ക്കിന്റെ അച്ഛനും അമ്മയും ഇവരൊക്കെ നേരത്തെ സിറ്റിയിലായിരുന്നു താമസിച്ചത്. പക്ഷേ ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാടിനരികിലേക്കുള്ള ഈ വുഡ് ഹൗസിലേക്ക് ഇവർ പിന്നീട് താമസം മാറി വന്നതാണ്. ഈ കടക്കാരുടെയൊക്കെ ശല്യം സഹിക്കാൻ പറ്റായിട്ട്. അതായത് മുന്നേ ഇവർക്ക് നല്ലൊരു ലൈഫായിരുന്നു, ഇപ്പൊ കുറച്ച് കഷ്ടത്തിലാണ് എന്നാണ് ഇപ്പൊ നമ്മളെ ടോട്ടലി കാണിക്കുന്നത്. ഇതേ നേരം അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ്. നോക്കുമ്പോ എന്താ, നമ്മുടെ ജെയ്ക്ക് തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു ഫ്ലോട്ട് ഒച്ചത്തിൽ ഒരേറ്റ ഊത്തൂതിയതാണ്. ഇപ്പൊ ജെയ്ക്കിന്റെ അമ്മ അവനോട് പറയണം, മര്യാദക്ക് ആ ഒരു ഫ്ലോട്ടുമായിട്ട് ഇവിടുന്ന് പോയിക്കോ, സംസാരിക്കുമ്പോൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല മോനെ. എന്തായാലും കുറെ കഴിഞ്ഞപ്പോൾ അവന്റെ ചേട്ടനും ഭാര്യ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ വീട്ടില് ഇവര് മാത്രമേ ഉള്ളൂ, ജെയ്ക്കും അവന്റെ അച്ഛനും അമ്മയും. ജെയ്ക്കിന്റെ അച്ഛന്റെ പേര് ഇത്രയും നേരമായിട്ട് പറഞ്ഞിട്ടില്ല അല്ലെ, പാട്രിക്ക്. അതുപോലെ തന്നെ അമ്മ
അമ്മയുടെ പേര് കരീന. അങ്ങനെ രാത്രിയായ സമയത്ത് ഈ പാട്രിക് ഉണ്ടല്ലോ പുറത്തുള്ള സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുത്തു വെക്കാണ്. ആ നേരത്ത് ഇവരുടെ ഈ ഒരു കാടിനടുത്തുള്ള വീടാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എപ്പോഴും ആ ഒരു കാട്ടിലൂടെ രാത്രിയാകുമ്പോൾ ആരും ഒരാൾ നടക്കുന്നത് പോലെ അവൻ ഫീൽ ആവുന്നുണ്ട്, അതായത് പാട്രിക്കിന്. എന്നാൽ ആരും ഇട്ട് കാണുന്നുമില്ല. വന്നപ്പോ മുതലേ പാട്രിക്കിന് ഈ ഒരു കാര്യത്തിൽ നല്ല സംശയമുണ്ട് കേട്ടോ. ഇപ്പോഴും നോക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴത്തെയും പോലെ തന്നെ ആരെയും അവിടെ കാണാനില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഇവരുടെ ജോലി തുടങ്ങുന്നുണ്ട്. അതായത് അവന്റെ ചേട്ടനായിട്ടുള്ള ലിയാം ഉണ്ടല്ലോ, ലിയാമും ഇവനൊക്കെ കൂടിയിട്ട് ആ ഒരു മരത്തിന്റെ പണി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചേട്ടനോട് പാട്രിക്ക് ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതായത് ഫോറസ്റ്റിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം. ഇങ്ങനെ സംസാരിക്കുന്ന നേരത്തും ചെറിയൊരു കത്തി കയ്യിൽ വെച്ച് പാട്രിക്ക് ഒരു മരത്തടിയിൽ ചുമ്മാ അങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുരണ്ടി ചില രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവന് കഴിയും. ചെറുപ്പം മുതലേയുള്ള അവന്റെ ഒരു ടാലന്റ് ആണത്. അങ്ങനെയാണ് തന്റെ മകന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലോട്ട് ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ടാണ് പാട്രിക്കിന്റെ മകനായിട്ടുള്ള ജെയ്ക്കിന് ആ ഒരു ഫ്ലോട്ട് അത്രത്തോളം ഇഷ്ടമായിട്ട് വന്നതും. ഇതിനുശേഷം നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് പാട്രിക്കിന്റെ കയ്യിൽ ഇപ്പൊ ചെറിയൊരു കത്തി കണ്ടില്ലേ, ഈ കത്തി ചെറുപ്പം മുതലേ അവന്റെ കയ്യിലുണ്ട് കേട്ടോ. ചെറുപ്പം മുതലേയുള്ള ശീലാണ് എന്തെങ്കിലും ഒരു മരത്തിന്റെ തടി കിട്ടിയാൽ അതിലങ്ങനെ ചുരണ്ടി ഓരോ രൂപങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ കുട്ടിയായിരിക്കുന്ന പാട്രിക്ക് അതുപോലെ തന്നെ അവന്റെ ചേട്ടനായിട്ടുള്ള ലിയാം, ഇവര് രണ്ടുപേരും കൂടെ കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോവുകയാണ്. കൂടെ വലിയ ആൾക്കാർ ആരും ഇല്ല കേട്ടോ. അങ്ങനെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പാട്രിക്കിന് ചെറിയൊരു പേടിയുണ്ട്. അപ്പൊ ചേട്ടനായിട്ടുള്ള ലിയാം പറയണ നീ പേടിക്കുന്നു വേണ്ട, നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. അങ്ങനെ ഇവര് വന്നു നിൽക്കുന്നത് സിനിമയുടെ ആരംഭത്തിൽ ഒരു പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ആ ടണലിലേക്ക് പോയതിനു ശേഷമാണ് എനിക്കിതുപോലെ പേടിയാവുന്നതെന്ന്. ആ ടണലിന്റെ മുന്നിലേക്ക് ഇപ്പൊ പാട്രിക്കും ലിയാമും വന്നു നിൽക്കുകയാണ്. ആദ്യം ഇത് കണ്ട സമയത്ത് തന്നെ വീണ്ടും നമ്മുടെ പാട്രിക്കിന്റെ ഉള്ളിൽ ഒരു പേടി ഇങ്ങനെ കയറിക്കൂടുന്നുണ്ട്. എന്നാൽ ആ ടണലിന്റെ മുൻഭാഗത്തായിട്ട് ഒരു പ്ലമ്മിന്റെ മരം കാണുകയാണ്. അത് കണ്ടപാടിനെ പാട്രിക്ക് വല്ലാണ്ട് എക്സൈറ്റഡ് ആവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലമ്മിന്റെ ട്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സോഫ്റ്റ് ആണ്. അതിൽ ഏതൊരു രൂപവും കുത്തിയെടുക്കാനായിട്ട് ഭയങ്കര സുഖമാണ്. അതുപോലെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ലിയാമിനെ മറികടന്ന് പാട്രിക്ക് അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ മരത്തിൽ നിന്ന് ഒരു കഷ്ണം വെട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ചേട്ടനായിട്ടുള്ള ലിയാം പറയണത് എടാ അങ്ങോട്ടേക്കൊന്നും പോകണ്ട, ഇങ്ങോട്ട് വാ എന്ന്. ഇത്രയും നേരം പേടിച്ചുകൊണ്ടിരിക്കുന്ന പാട്രിക്കാണ് അതിന്റെ അടുത്തേക്ക് പോയിട്ട് അത് വെട്ടാൻ നോക്കുന്നത്. സത്യം പറഞ്ഞാൽ ലിയാമിന് ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. മര്യാദക്ക് തിരിച്ചു വന്നൊന്ന് പറയുന്നുണ്ടെങ്കിലും പാട്രിക്ക് വരുന്നില്ല. ഞാൻ ഉറപ്പായിട്ടും ഈ കാര്യം അച്ഛനോടും അമ്മയോടും പറയുമ്പോൾ പാട്രിക്കിനും വല്ലാണ്ട് ദേഷ്യം വരികയാണ്. ലിയാമെ നീ പോയിട്ട് പറ, ഞാനും പറയും എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നീയാണെന്ന്, നിനക്കും അവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നു പറയാണ്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പൂരം വഴക്ക്. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്ലമ്മിന്റെ മരം ഉണ്ടല്ലോ, അത് താഴേക്ക് ചെരിഞ്ഞൊടിഞ്ഞ് വീഴുകയാണ്. വീണപാടിനെ പാട്രിക്ക് നേരെ ആ ഒരു മരത്തിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ആ ഒരു ഗുഹയുടെ മുൻഭാഗത്തല്ല, ഇപ്പൊ അവൻ ഉൾഭാഗത്താണ്. ഉൾഭാഗത്ത് നിന്നുകൊണ്ട് ആ മരത്തിന്റെ കഷ്ണം അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള യാതൊരു ബോധവും ഇപ്പോ പാട്രിക്കിനില്ല. ഇതേ സമയത്ത് അവന്റെ പിന്നിലൂടെ വളരെ കൊടൂരമായിട്ടുള്ള ഒരു കൈ വരുന്നുണ്ട്. ആ കൈയുടെ കയ്യിൽ ഒരു കത്രികയുണ്ട്. നമ്മുടെ പാട്രിക് ആണെങ്കിലും ആ മരത്തിന്റെ കമ്പ് വെട്ടുന്നത് കൊണ്ട് തന്നെ അതിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ പിന്നിലൂടെ വരുന്ന ആ ഒരു കാര്യമൊന്നും അവൻ കാണുന്നില്ല. അങ്ങനെ ഇപ്പൊ ആ ഒരു കത്രിക വന്നിട്ട് അവന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു കഷ്ണം മുടി കട്ട് ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവൻ ഞെട്ടി താഴേക്ക് വീഴുന്നുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന അവൻ കൊത്തിവെച്ച അവന്റെ ഒരു മൂങ്ങയുടെ ശില്പം ഉണ്ടായിരുന്നു, അതും താഴെ വീണു പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് പേടിച്ചത് കൊണ്ട് തന്നെ അതൊന്നും അവൻ നോക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ഒരു ഗുഹയിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. കൂടെ തന്നെ അവന്റെ ചേട്ടനായിട്ടുള്ള ലിയാമും ഉണ്ട്. അപ്പൊ ഈ ഒരു സംഭവം നമ്മുടെ പാട്രിക്ക് ചെറുപ്പകാലത്തിൽ സംഭവിച്ചതാണ്, എന്തായാലും ഇപ്പൊ ഒന്ന് ഓർത്തെടുക്കുകയാണ്. എന്നാൽ ഈ കാര്യം ഓർമ്മ വന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പാട്രിക്കിന് വരെ മനസ്സിലാവുന്നില്ല ഇതിപ്പോ എന്തിനാണ് എനിക്ക് ഓർമ്മ വന്നത്. അവൻ ഇത്രയും നേരം ആ ഒരു ചെറിയ കത്തിയും കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രൂപം ഉണ്ടല്ലോ, അത് ആ ഒരു കാട്ടിലേക്ക് എറിഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷം പാട്രിക്കിന്റെ വൈഫ് ഉണ്ടല്ലോ കരീനയെ കാണിക്കുകയാണ്. കൂടെ തന്നെ മകനായിട്ടുള്ള ജെയ്ക്കും ഉണ്ട്. അപ്പൊ അവനൊന്ന് ഈ ഒരു ഗാർഡനിൽ ഇരുത്തിയിട്ട് കിച്ചണിൽ എന്തോ പണിയുണ്ട് കേട്ടോ. അപ്പൊ അത് എടുക്കാനായിട്ട് കരീന പോകുന്നുണ്ട്. എന്നാൽ കരീന പോയി കഴിഞ്ഞ ഉടനെ തന്നെ ജെയ്ക്ക് അവന്റെ പണി തുടങ്ങുകയാണ്. എന്താണ്, അവന്റെ ആ ഒരു ഫ്ലോട്ട് എടുക്കുന്നുണ്ട്, ഉറക്കനിട്ട് ഊതാൻ തുടങ്ങുകയാണ്. ഇതിന്റെ ശബ്ദം കുറെ നേരം കേട്ടപ്പോ കരീനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ജെയ്ക്കിനോട് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ട്, നീ അതൊന്ന് എടുത്തു വെക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കേട്ടപ്പോ പാവം ചെറുക്കന് ഭയങ്കരമായിട്ട് സങ്കടമാകുവാണ് കേട്ടോ. കുറച്ച് ആ ഒരു വിഷമത്തിൽ അവൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കാട് കാണിക്കുന്നുണ്ട്. ആ കാട്ടിന്റെ ഉള്ളിൽ നിന്നും അവനൊരു ശബ്ദം കേൾക്കണം, ഡാ മോനെ നീ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാണെങ്കിൽ എന്റെ കൂടെ കളിക്കാൻ വാടാന്ന് പറയാണ്. അങ്ങനെ ആ വിളി കേട്ടത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ജയിക്ക് നേരെ ആ ഒരു കാട്ടിലേക്ക് പോവാണ്. കുറച്ചു കഴിഞ്ഞപ്പോ മകനെ കാണാത്തത് കൊണ്ട് കരീൻ ഇപ്പോ അവനെ നോക്കിക്കൊണ്ട് ആ ഗാർഡനിലേക്ക് വരികയാണ്. ഗാർഡനിൽ വന്നിട്ട് വിളിച്ചിട്ടും അവനെ കാണാനില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാട്ടിലേക്ക് കയറി നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജയിക്കിനെ കാണിക്കുകയാണ്. അവനൊരു വിളി കേട്ടായിരുന്നല്ലോ, ആ വിളി കേട്ടപ്പോ അതിന്റെ പിന്നാലെ ചെന്ന് ഒരു മരത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു മരത്തിന്റെ പാവയെ കാണുന്നുണ്ട്. ആ പാവ ഇപ്പോ അവനിങ്ങനെ മാടി വിളിക്കുകയാണ്, മോനെ ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം വാടാന്ന് വിളിക്കുന്ന സമയത്ത് പാവം നമ്മുടെ ജയിക്ക് അതിന്റെ പിന്നിൽ ആ ഒരു ചതി അറിയാതെ നേരെ ആ ഒരു മരത്തിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഇതേ നേരം തന്നെ കരീനയാണെങ്കിൽ കുറെ നേരം മോനെ നോക്കിയിട്ട് കാണാത്തത് കൊണ്ട് ഇപ്പൊ ഭയങ്കര ടെൻഷനിലാണ്. പേടിച്ച് വിറച്ചുകൊണ്ടാണ് മകനെ നോക്കി ആ ഒരു കാട്ടിലൂടെ ഓടി നടക്കുന്നത്. അവര് കുറെ നേരം നോക്കിയിട്ടും ജയിക്കിനെ കാണാനില്ല. ആ നേരത്താണ് അവന്റെ ആ ഒരു ഫ്ലൂട്ടിന്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കരീന ഓടി ചെന്ന് നോക്കുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അവൻ അതങ്ങനെ വായിക്കുകയാണ്. മോനെന്ന് വിളിച്ചുകൊണ്ട് കരീന അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ. മോനെന്ന് മാത്രമേ ഉള്ളൂ, അതിന്റെ പിന്നിൽ വേറൊന്നുമില്ല. എന്തായാലും ജേക്കിനെ എടുത്തുകൊണ്ട് കരീന അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ അവൻ ഇരുന്ന ആ ഒരു മരം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള
ആയിട്ടുള്ള ഒരു ശബ്ദം കരീന കേൾക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് അവളുടെ മൈൻഡ് ആകെ ഡിസ്റ്റർബ് ആവുകയാണ്. രാത്രിയായപ്പോ പാട്രിക്കിനോട് ഈ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവിടെ വന്നേ പിന്നെ ഒരു സമാധാനമില്ല, എന്തോ മനസ്സിനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. പഴയ ലൈഫ് ആലോചിച്ചിട്ട് രണ്ടുപേർക്കും എന്തോ വല്ലാണ്ട് ബുദ്ധിമുട്ട് തോന്നുകയാണ്. കാരണം സിറ്റിയിൽ നല്ല രീതിയിൽ ജീവിച്ച ആൾക്കാരാണ് രണ്ടുപേരും. ഇപ്പൊ ഗതികേട് കൊണ്ടാണ് ഈ കാടിനരികിലേക്കുള്ള ഈ വീട്ടിലേക്ക് വന്നത് തന്നെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കരീന ഉറങ്ങാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ പാട്രിക് ആണെങ്കിൽ അവന്റെ ലാപ്ടോപ്പിന്റെ മുന്നിൽ അങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല ആ ഒരു ടേബിളിൽ ഒരുപാടധികം ലെറ്റേഴ്സ്, ക്രെഡിറ്റ് കാർഡുകൾ ഇതൊക്കെ കിടക്കുന്നുണ്ട്. അതായത് ലോൺ തിരിച്ചടക്കാത്തതുകൊണ്ട് ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസുകളാണ് ഇതൊക്കെ. അപ്പൊ ഇതെല്ലാം ആ ഒരു ടേബിളിൽ വെച്ച് വല്ലാത്തൊരു ഭാവത്തിൽ തന്നെ ഈ പാട്രിക് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കയ്യിൽ എപ്പോഴുള്ള ആ ഒരു നൈഫ് അവന്റെ കയ്യിലുണ്ട്. അത് വെച്ചൊരു മരക്കഷ്ണം ഉണ്ടല്ലോ, ആ മരക്കഷ്ണത്തിൽ ഇങ്ങനെ ചുരണ്ടി ഒരു രൂപത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവനൊരു മെയിൽ വരുന്നുണ്ട്. അതായത് പുതിയൊരു പ്രൊജക്ട് പ്ലാൻ അവന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞല്ലേ, അതിനുവേണ്ടി ഒരു ലോണിന് അപ്ലൈ ചെയ്തായിരുന്നു. ആ ലോണും ഇപ്പൊ റിജക്ട് ആയിരിക്കുകയാണ്. ആ ലോണും റിജക്ട് ആയതോട് കൂടിയിട്ട് അവന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടമാകുന്നുണ്ട്. ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. ഒന്നും നോക്കിയില്ല, കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രൊജക്ടിന്റെ ഫയൽ നേരെ ഡിലീറ്റ് ആക്കുകയാണ്. മാത്രമല്ല ആ ദേഷ്യത്തിൽ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി ഉണ്ടല്ലോ, ചെറുപ്പം മുതലേ ഉപയോഗിക്കുന്ന കത്തിയാണ്, അത് ആ ഒരു ടേബിളിൽ നോക്കിയിട്ട് ഒരേറ്റ കുത്തുകുത്തുന്നുണ്ട്. അത് രണ്ടായിട്ട് പൊട്ടിപ്പോവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കത്തിയും അവൻ ആ ഒരു വേസ്റ്റ് കൊട്ടയിലേക്ക് ഇടുന്നുണ്ട്. ചെറുപ്പം മുതലേ അവന്റെ കയ്യിലുണ്ടായിരുന്നതായിരുന്നു ഈ കത്തി. എന്നാൽ ആ ഒരു കത്തി ഉണ്ടല്ലോ, അവൻ താഴേക്കിട്ട് അല്പനേരം കൊണ്ട് തന്നെ വിചിത്രമായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ്. അത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴത്തെയും പോലെ തന്നെ ശബ്ദം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എന്നാൽ മകന്റെ റൂമിൽ വെച്ച CCTV, ആ ക്യാമറയിലൂടെ കാണുന്ന വിഷ്വൽ, അത് അവിടെയുള്ള ഒരു മോണിറ്ററിൽ കാണാൻ കഴിയും. അതിലൂടെ നോക്കുന്ന സമയത്ത് പാട്രിക് ഒരു കാര്യം കണ്ടു. അതായത് ജെയ്ക്ക് ആരുടെയോ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ആരും ഇല്ലതാനും. പെട്ടെന്ന് തന്നെ ജെയ്ക്കിന്റെ റൂമിലേക്ക് പാട്രിക് പോയി നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആരെയും കാണുന്നില്ല. പക്ഷെ ആരുടെയോ കൂടെ ഈ ജെയ്ക്ക് അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ജനലിന്റെ അരികിലേക്ക് നോക്കിയിട്ട് ബായ് ഡോളി ബായ് ഇങ്ങനെയൊക്കെ പറയാണ്. പാട്രിക് വിചാരിച്ച് ഇവൻ ആരോടെ ഈ കൈ കാണിക്കുന്നത്, ചിലപ്പോൾ പിള്ളേരല്ലേ ഇങ്ങനെ ഓരോ കളികളൊക്കെ കളിക്കുമല്ലോ. എന്തായാലും മോനെ കിടന്നുറങ്ങുന്ന സമയം കുറേ ആയി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇപ്പൊ പാട്രിക് തിരിച്ചു പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരുടെ വീട്ടിലെ ലൈറ്റ് പതിയെ കത്തും കേടും ആ രീതിയിലേക്കാവുകയാണ്. പോരാത്തതിന് ബേസ്മെന്റിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേട്ട് പാട്രിക് അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. നോക്കുമ്പോൾ അവൻ എപ്പോഴും കേൾക്കുന്നത് പോലെ തന്നെ വീടിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു കാടുണ്ടല്ലോ, അതിലൂടെ ആരോ നടക്കുന്നത് പോലെ. പോരാത്തതിന് വിചിത്രമായിട്ടുള്ള ഒരു ശബ്ദം, അതായത് സിബ് ഓപ്പൺ ആക്കി അടക്കുന്ന ആ ഒരു സിബ് സൗണ്ട് ഇല്ലേ, അത് വീണ്ടും കേട്ടോണ്ടിരിക്കുകയാണ്. അതോടുകൂടിയിട്ട് പാട്രിക്കിന്റെ ഉറക്കം പോയി എന്ന് പറയാലോ. ഇതിനുശേഷം റൂമിലേക്ക് വന്നിട്ട് അവന്റെ ഒരു ബാറ്റും കയ്യിൽ പിടിച്ച് ജനലുണ്ടല്ലോ അതിന്റെ കർട്ടൻ പതിയെ മാറ്റിയിട്ട് പുറത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട് ഭാര്യ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പൊ അവള് ചോദിക്കണം, എടാ എന്താ ഈ പറ്റിയത്, ഈ രാത്രിയിൽ ഉറങ്ങുന്നൊന്നുമില്ലേ? ഇപ്പോഴാണ് പാട്രിക് കാര്യങ്ങൾ ഭാര്യയോട് പറയുന്നത്. എടി കുറെ നേരമായിട്ട് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, ആരോ നടക്കുന്നത് പോലെ. അതും പോട്ടെ, ഈ സിബ് ഉണ്ടല്ലോ അത് തുറന്ന് നടക്കുന്നത് പോലെയുള്ള ആ ഒരു സിബ് സൗണ്ട് കുറെ നേരമായിട്ട് കേൾക്കുന്നുണ്ട്. എവിടെ, എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇതും പറഞ്ഞ കരീന നോക്കുമ്പോൾ അവൾക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ആവുന്നില്ല. എന്നാൽ താഴെ ഉണ്ടായിരുന്ന മകനുണ്ടല്ലോ ജെയ്ക്ക്, അവന്റെ റൂമിൽ നിന്നും എന്തോ കരച്ചിൽ കേട്ട് ഇവരങ്ങോട്ടേക്ക് ഓടുകയാണ്. അതുപോലെ വീട്ടിന്റെ ഉള്ളിൽ നിന്നും ആര് പുറത്തേക്ക് പോകുന്നത് പോലെ പാട്രിക്കിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബേസ്ബോൾ ബാറ്റ് ഇതെടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് പോയിട്ട് ആരടാ മര്യാദക്ക് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് നോക്കി സംസാരിക്കുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു സിബ് തുറക്കുക അടക്കുക ആ ശബ്ദമല്ലാതെ വേറൊന്നും കേൾക്കുന്നില്ല. അത് ഒന്ന് രണ്ട് വട്ടമൊന്നുമല്ല, അവനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ, അതും ഭയങ്കര ശബ്ദത്തിൽ ആ ശബ്ദം അങ്ങനെ അവൻ കേട്ടോണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പോ അവന് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഈ ശബ്ദം ഇതിനു മുന്നേയും അവൻ കേട്ടിട്ടുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും ചേട്ടനും കൂടെ അന്ന് ചെറുപ്പത്തിൽ ആ ഒരു ടണലിന്റെ അരികിലേക്ക് പോയില്ലേ, അപ്പൊ ആ ഒരു മരം വെട്ടുന്ന സമയത്ത് അവന്റെ പിന്നിൽ എന്തോ വന്നപ്പോ അവൻ പേടിച്ച് താഴെ ഇരുന്നു പോയില്ലേ, ആ നേരത്ത് ഇതുപോലൊരു ശബ്ദം അവൻ കേട്ടായിരുന്നു. അവനാകെ ഭയന്ന് വിറച്ചു പോവാണ്. എന്തുകൊണ്ടാണ് വീണ്ടും ഈ ഒരു കാര്യം ഓർമ്മ വരുന്നതെന്ന് പാട്രിക്കിന് മനസ്സിലാവുന്നില്ല. പിന്നെ കൂടുതൽ നേരമൊന്നും അവൻ പുറത്തു നിന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ പോലീസിനെ വിളിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വന്നിട്ട് വീട് മുഴുവനായിട്ട് പരിശോധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പോലീസുകാരും പറയണം, പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ വീട് ഒരു കള്ളൻ നോട്ട് ഇട്ടിട്ടുണ്ട്. പുറത്തെ പുല്ലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്നിരിക്കുകയാണല്ലോ, അപ്പോൾ കള്ളൻ വിചാരിച്ചിട്ടുണ്ടാവും വീട്ടിൽ ആരും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഒരു മോഷണ ശ്രമം നടത്തിയതാണ് എന്ന കരീന പറയുന്നത്. വീട്ടിൽ നിന്നും ഒരു സാധനം ഇതുവരെയായിട്ട് മോഷണം പോയിട്ടില്ല എന്നാണ്. അങ്ങനെയാണോ? ഇതേ നേരം തന്നെ ഈ പോലീസുകാരന്റെ അസിസ്റ്റന്റ് മുഴുവനായിട്ട് അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ മുകൾ ഭാഗത്ത് വെച്ച് ഇയാൾക്ക് എന്തൊക്കെയോ മരത്തിന്റെ കഷ്ണങ്ങൾ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചെറുക്കൻ ജെയ്ക്ക് ഉണ്ടല്ലോ, അവന്റെ റൂമിന്റെ ആ ഒരു വിൻഡോയുടെ ഭാഗത്ത് നേരെ അങ്ങോട്ടേക്ക് ഇവർ ചെന്ന് നോക്കുമ്പോൾ ഒരുപാടധികം മരത്തിന്റെ കഷ്ണങ്ങളാണ്. കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, ഈ മരം കൊണ്ടുണ്ടാക്കിയ ചെറിയ രൂപങ്ങൾ, ക്രാഫ്റ്റുകളായിരുന്നു. ഇതെന്താണെന്ന് മെയിൻ ആയിട്ടുള്ള ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ, സാറേ എനിക്ക് ചെറുപ്പം മുതലേ ഈ മരത്തിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന ഒരു ശീലമുണ്ട്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, പക്ഷേ അതൊന്നും ഇവിടെയല്ല ഞാൻ വെച്ചത്, നമ്മുടെ ഗ്യാരേജിൽ ഒരു ബോക്സിലാണ് ഇട്ട് വെച്ചത്, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ആ ഒരു പോലീസുകാരൻ പറയാണ്, ഓക്കെ പാട്രിക്, എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ഇതൊരു മോഷണ ശ്രമം തന്നെയാണ്, മിക്കവാറും അവൻ തന്നെയായിരിക്കും ആ ഒരു ഗ്യാരേജിൽ വെച്ച് ഇതെടുത്തിട്ടുണ്ടാവുക. അവന് ആവശ്യമുള്ള എന്തോ ഒരു സാധനം ഈ വീട്ടിലുണ്ട്, അതെടുക്കാനായിട്ട് മിക്കവാറും അവൻ ഇനിയും ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാതിലും ജനലൊക്കെ എപ്പോഴും ഭദ്രമായിട്ടൊന്ന് അടച്ചു വെച്ചേക്ക്, എന്തെങ്കിലും ചെറിയൊരു സംശയം തോന്നിയാൽ അപ്പൊ തന്നെ ഞങ്ങളെ വിളിച്ചു എന്ന് പറയണം. ഓക്കെ സാറേ എന്ന് പറയണം. പിന്നീട് പോലീസുകാരെല്ലാവരും ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന പാട്രിക് അവന്റെ ആ ഒരു ടേബിളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ടേബിളിന്റെ അടിയിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് ടേബിളിന്റെ അടിയിലേക്ക് നോക്കുമ്പോൾ അവനൊരു സാധനം കിട്ടുന്നുണ്ട്. അത് കിട്ടിയ വാർഡ് തന്നെ അവൻ ഞെട്ടിപ്പോവാണ്. കാരണം മരം കൊണ്ട് ആ
അവൻ തന്നെ ഉണ്ടാക്കിയ ഒരു കോമയുടെ രൂപമായിരുന്നു അത്. എന്നാൽ ഈ സാധനം പണ്ട് ആ ഒരു ടണലുണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് പോയി അവൻ അന്ന് പേടിച്ച സമയത്ത് അവന്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. പക്ഷേ അതെങ്ങനെയാ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഈ വീട്ടിൽ വന്നത്? ആകെക്കൂടെ വല്ലാണ്ട് കൺഫ്യൂഷൻ ആയിട്ട് പാട്രിക് ഈ ഒരു കാര്യം ഭാര്യയോട് പറയുന്നുണ്ട്. എടോ, ഇത് ഞാൻ ചെറുപ്പത്തിൽ ഒരു ടണലിലേക്ക് പോയപ്പോ അവിടെ നിന്നും പേടിച്ചപ്പോ കയ്യിൽ നിന്ന് നഷ്ടമായതാണ്. ഇതെങ്ങനെ ഇവിടെ തിരിച്ചു വന്നത്? നിനക്ക് എന്തെങ്കിലും അറിയിച്ചു ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. നീ നമ്മുടെ മോൻ ജെയ്ക്കിന് ഉണ്ടാക്കി കൊടുത്ത ഒരു ഫ്ലൂട്ട് ഉണ്ടല്ലോ, എന്റെ പൊന്ന് പാട്രിക്ക്, അത് വെച്ച് അവന്റെ കളി സഹിക്കാൻ പറ്റുന്നില്ല. എപ്പോ നോക്കിയാലും അത് ഊതിക്കൊണ്ട് നടക്കും. ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. മാത്രമല്ല അവൻ എന്തോ ആ ഒരു സാധനം ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ്. നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, ഫ്ലൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് എവിടെയെങ്കിലും ഒന്ന് എടുത്ത് വെച്ചേക്കെന്ന് പറയണം. ഇത് കേട്ടപ്പോ പാട്രിക്ക് പറയണത്, നീ എന്തേ പറയുന്നത്? ചെറുപ്പം മുതലേ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന സാധനമാണ്, ഇതെന്തിനാ നമ്മൾ വെറുതെ മാറ്റി വെക്കുന്നത്? എടോ, ഞാൻ അതല്ല പറഞ്ഞത്, ഇത് മാറ്റി വെച്ച് പകരം മറ്റൊന്ന് അവന് കൊടുക്ക്. എന്തുകൊണ്ടാണെന്നറിയില്ല, അവൻ ആ ഒരു ഫ്ലൂട്ടിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. അത് കുറച്ച് പരിധി വിടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ ഞാൻ ഇത് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു ഫ്ലൂട്ടും കയ്യിൽ പിടിച്ചു പാട്രിക്ക് അങ്ങനെ നിൽക്കണം. ഇതിപ്പോ എന്താ ചെയ്യുക? തൽക്കാലം അത് ബേസ്മെന്റിൽ കൊണ്ടുപോയി വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മകനെ കുളിപ്പിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. അവനിപ്പോ ഒരു ബാത്ത് ടബിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ജയ്ക്ക് ചോദിക്കുകയാണ്, അച്ഛാ ആ ഒരു ഫ്ലൂട്ട് തരുമെന്ന്. എന്തോ ആ ഒരു ഫ്ലൂട്ട് അവനിൽ നിന്ന് പിരിക്കുന്ന കാര്യത്തിൽ പാട്രിക്കിന് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് പറയാണ്, ഫ്ലൂട്ട് ഞാൻ തരാം, പക്ഷേ അമ്മയോട് ഈ കാര്യം പറയരുത് കേട്ടാ. ശരി അച്ഛാന്ന് ജയ്ക്കും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലൂട്ട് എടുക്കാനായിട്ട് നേരെ ബേസ്മെന്റിലേക്ക് പാട്രിക്ക് പോവാണ്. എന്നാൽ പോകുന്ന സമയത്ത് ജയ്ക്കിനോട് ഒരു കാര്യം ഇപ്പോൾ പാട്രിക്ക് പറയുന്നുണ്ട്, മോനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിക്കും, അപ്പൊ ഞാൻ ഇവിടെണ്ടേ എന്ന് മറുപടി തരണം കേട്ടാ. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ടാണ് പാട്രിക്ക് താഴേക്ക് പോകുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പാട്രിക്ക് ജയിക്കേന്ന് വിളിക്കുമ്പോൾ അച്ഛാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ അവൻ വിളി കേൾക്കുന്നുണ്ട്. പിന്നീട് ബേസ്മെന്റിലേക്ക് ചെന്നിട്ട് പാട്രിക്ക് ആ ഒരു ഓടക്കുഴൽ അതങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറെ നേരം നോക്കിയിട്ടും അത് കാണാനില്ല. ഇതേ സമയത്ത് തന്നെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജയ്ക്ക് അവനെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ചുമരിൽ ഒരു വല്ലാത്ത പാവയുടെ രൂപം അവനെ നോക്കി അങ്ങനെ വരികയാണ്. അതിന് കണ്ട വാർഡിനെ ജയ്ക്ക് പറയുന്നുണ്ട്, ഡോളി ഡോളി. അതുമായിട്ട് അവൻ സംസാരിക്കുകയാണ്. ഇതേ നേരം തന്നെ താഴേക്ക് പോയിട്ട് ഫ്ലൂട്ട് കുറെ നേരം നോക്കിയിട്ടും പാട്രിക്കിന് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഈ സമയത്ത് ജയ്ക്കിനെ വിളിക്കുമ്പോൾ അവന്റെ റൂമിൽ നിന്നും യാതൊരു റെസ്പോൺസും ഇല്ല. പിന്നീട് എന്തൊക്കെയോ ചില ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ആ ശബ്ദം ഇപ്പോൾ കരീനയും കേൾക്കുകയാണ്. താഴെ നിന്നും പാട്രിക്കും അതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് കരീനയും വേഗം ഇപ്പൊ ജയ്ക്ക് കുളിച്ചുകൊണ്ടിരിക്കുന്ന ബാത്റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കുകയാണ്. ഇതേ നേരം തന്നെ പതിയെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനൽ അത് തുറന്നുകൊണ്ട് വളരെ ക്രൂരമായ കൊടൂരമായിട്ടുള്ള ഒരു കൈ പതിയെ വരുന്നുണ്ട്. എന്നാൽ അതേ നേരത്താണ് പാട്രിക്കും കരീനയും വന്നിട്ട് വാതിൽ തുറക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു കൈ അവിടുന്ന് പോകുന്നുണ്ട്. അതുപോലെ ആ റൂമിലെ ലൈറ്റും ഓഫ് ആയിരുന്നു. അപ്പൊ പാട്രിക്ക് ചോദിക്കുന്നുണ്ട്, മോനെ ആരാ ലൈറ്റ് ഓഫ് ആക്കിയത്? ഈ സമയത്ത് ജയ്ക്ക് ആ പേര് പറയുന്നുണ്ട്, ഡോളി ഡോളി എന്ന്. ഇത് കേട്ടപ്പോ പാട്രിക്കിന് വീണ്ടും പേടിയാവാണ്. കാരണം ആ ഒരു കള്ളൻ അവൻ വീണ്ടും ഇതിനുള്ളിലേക്ക് വരാൻ നോക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം പാട്രിക്ക് വീണ്ടും ആ ഒരു ഓടക്കുഴയിൽ തപ്പുകയാണ്. ഇത് എവിടെ പോയി? ഞാൻ ബേസ്മെന്റിൽ ഇവിടെ വെച്ചതാണല്ലോ. ആകെ കൺഫ്യൂഷൻ ആയിട്ട് പിന്നീട് പാട്രിക്ക് നേരെ റൂമിൽ പോയിട്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ ചെറുക്കനെ ഇന്ന് ഒറ്റയ്ക്ക് കെടുത്തണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് നമ്മുടെ ജയ്ക്കിനെ എടുത്തുകൊണ്ട് അവന്റെ ബെഡ്റൂമിലേക്ക് പോവാണ്. പക്ഷെ ഭാര്യയും ചെറുക്കനും ഉറങ്ങിയിട്ടും അവന് ഉറക്കം വരുന്നില്ല. മൈൻഡിൽ വല്ലാത്തൊരു ഡിസ്റ്റർബൻസ്. അതുപോലെ തന്നെ അവന്റെ ചെറിയ പ്രായത്തിൽ ആ ഒരു കാര്യം ഉണ്ടല്ലോ അത് വീണ്ടും ഓർമ്മയിലേക്ക് അങ്ങനെ വരികയാണ്. അതായത് അന്ന് സംഭവിച്ച കാര്യം അവൻ അച്ഛനോട് പറഞ്ഞ സമയത്ത് അച്ഛൻ പറയാണ്, മോനെ പേടിക്കൊന്നും വേണ്ട, അച്ഛൻ വേറൊരു കാര്യം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ അവന് ഓർമ്മ വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പാട്രിക്കിന്റെ ഫോണിൽ നിന്നും ചെറിയൊരു അലാറം അടിക്കുന്നുണ്ട്. അതായത് പുറത്തൂടെ എന്തോന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയത്. എന്നാൽ വീട് മുഴുവൻ പരിശോധിച്ചു. എല്ലാ ജനലും അതുപോലെ തന്നെ വാതിൽ ഇതെല്ലാം വളരെ സെക്യൂർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പുറത്തുള്ള ഗാരേജ് ഉണ്ടല്ലോ അതിന്റെ ഡോറ് മാത്രം തുറന്നു കിടക്കാണ്. അതും ക്ലോസ് ചെയ്താണല്ലോ. പിന്നെ ആരത് തുറന്നത്? ആ ഡൗട്ടിൽ അവൻ പുറത്തേക്ക് പോയിട്ട് ഗാരേജിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണ്. നോക്കുമ്പോൾ അതിന്റെ ഉള്ളിലായിട്ട് ഒരു ചെയർ ഉണ്ട്. ആ ചെയറിൽ ഇരിക്കുന്ന ചെറിയൊരു രൂപത്തെ അവൻ കാണുകയാണ്. ചെറിയൊരു ഭയത്തോട് കൂടിയിട്ട് അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. എന്നാൽ അത് വെറും ഒരു പാവയായിരുന്നു. അതായത് പാട്രിക്കിന്റെ മകൻ ജയ്ക്ക് ഉണ്ടല്ലോ, ജയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഡോളി എന്ന് പറയുന്ന ആ ഒരു പാവയുണ്ടല്ലോ, ആ പാവ തന്നെയാണിത്. ആ സാധനം ഇപ്പൊ കയ്യിലേക്ക് എടുത്ത് വ്യത്യസ്തമായിട്ട് നമ്മുടെ പാട്രിക്ക് അതിനെ നോക്കുന്നുണ്ട്. ആദ്യമൊന്നും അത് കണ്ട് അവന് വലിയ പേടിയൊന്നും തോന്നിയില്ല. എന്നാൽ ആ പാവയുടെ തലയിലുള്ള ആ തൊപ്പി ഉണ്ടല്ലോ അത് കണ്ട് അവനൊന്ന് പേടിക്കുന്നുണ്ട്. കാരണം അന്ന് ആ ഗുഹയിലേക്ക് പോയപ്പോ അവന്റെ തലയിൽ നിന്നും നഷ്ടമായ അതേ തൊപ്പി തന്നെ ഇതെങ്ങനെ ഇവിടെ വീണ്ടും വന്നു? പെട്ടെന്ന് അവന്റെ ഉള്ളിലേക്ക് എന്തിനാണെന്ന് അറിയില്ല ഒരു ഭയം അങ്ങനെ കടന്നു കൂടുന്നുണ്ട്. വേഗം തന്നെ വീട്ടിലേക്ക് പോകാം എന്ന് കരുതിയിട്ട് മെയിൻ ഡോർ തുറക്കാൻ നോക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആവുന്നില്ല. ഉള്ളിൽ നിന്നും ലോക്ക് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം അവൻ തന്നെയാണ് സെറ്റാക്കി വെച്ചത്. സ്പെയർ കീ ഉണ്ടല്ലോ അതെടുത്തിട്ട് തുറക്കാൻ നോക്കുമ്പോൾ സ്പെയർ കീ വെച്ച സ്ഥലത്ത് ആ കീയും കാണാനില്ല. പിന്നീട് ഈ പെറ്റ്സിനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ചെറിയൊരു ഹോൾ ഉണ്ട് അവിടെ. അതിലൂടെ തലയിട്ട് ഈ ഡോർ ഉള്ളിൽ നിന്ന് തുറക്കാൻ വേണ്ടി അവൻ നോക്കുന്നുണ്ട്. ഇതേ നേരത്ത് കാണാതായ ആ ഒരു ഫ്ലൂട്ട് ഉണ്ടല്ലോ ആ ഫ്ലൂട്ട് ആരോ വായിക്കുന്ന ശബ്ദം അവൻ കേൾക്കുകയാണ്. എന്നാൽ ഫ്ലൂട്ട് വായിക്കുന്ന ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലേക്ക് ഒരു പേടി വരികയാണ്. വല്ലാത്തൊരു ഹൊറിഫിക് ആയിട്ടുള്ള രീതിയിലാണ് ആ ഫ്ലൂട്ട് ആരോ വായിക്കുന്നത്. മാത്രമല്ല ആ ശബ്ദമാണെങ്കിൽ കേൾക്കുന്നത് അവന്റെ തൊട്ടരികിൽ വെച്ചാണ്. പിന്നീട് അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഈ വീടിന്റെ സീലിംഗിൽ പറ്റിയിരുന്നുകൊണ്ട് ആ രൂപമാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് അവൻ അത് നേരിട്ട് കാണുന്നത്. എന്നാൽ കണ്ട പാടൊന്ന് പേടിച്ചെങ്കിലും പിന്നെ ഒന്നും നോക്കിയില്ല. വാതിലും തള്ളി തുറന്നുകൊണ്ട് ആരടെ നീന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി വരികയാണ് പാട്രിക്ക്. എന്നാൽ അപ്പൊ തന്നെ ആ ഒരു രൂപത്തെ കാണാതാവുന്നുണ്ട്. പിന്നീട് വേഗം തന്നെ അവൻ ഭാര്യയും അതുപോലെ തന്നെ മകനെയും വിളിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. അതുപോലെ കുറെ നേരം ലൈറ്റ് അങ്ങനെ മിന്നി ലൈറ്റ് പൂർണ്ണമായിട്ടും ഓഫ് ആയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു, ആ ലൈറ്റ് ഇപ്പൊ തിരിച്ചു വരികയാണ്. അതായത് പോയ കറണ്ട് തിരിച്ചു വരുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ഒരു പോലീസുകാരനെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയണം. എന്നാൽ പോലീസുകാരും പറയുന്നത് ഞങ്ങൾ ഈ വീട് മുഴുവൻ പരിശോധിച്ച് നോക്കി, നീ അല്ലാതെ വേറെ ആരും ഈ വാതിൽ തല്ലി പൊളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വന്നിട്ടില്ല. മാത്രമല്ല പവർ സപ്ലൈ ചെയ്യുന്ന അവരോട് ചോദിച്ച സമയത്ത് അവര് പറഞ്ഞത് ഇന്നലെ രാത്രി എവിടെയും പവർ കട്ടാക്കിയിട്ടില്ല എന്നാണ്. നിന്റെ വീട്ടിലാണെങ്കിൽ എല്ലാ വയറിങ്ങും കാര്യങ്ങളും ഓക്കെയാണ്, പക്ഷെ എങ്ങനെയാണ് നീ പറയുന്നത് പോലെ ഈ കരണ്ട് ഇങ്ങനെ പോയും വന്ന് കളിക്കുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് പാട്രിക്ക് പോലീസുകാരനോട് ഒരു കാര്യം പറയണം, സാറേ അതല്ല പ്രധാന വിഷയം, രാവിലെ മുതലേ എന്റെ കാണാതായ ഒരു ഫ്ലോട്ട് ഉണ്ടല്ലോ അത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണാതായ ഫ്ലോട്ട് ഇന്നലെ വന്ന ആളുടെ കയ്യിൽ ഞാൻ കണ്ടായിരുന്നു. പോലീസുകാരന് ഇത് കേട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഫ്ലൂട്ടോ, നിങ്ങൾ എന്താ പറയുന്നത്, ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആരാണ് ഈ ഒരു ഫ്ലൂട്ടിന് വേണ്ടി ഈ വീട്ടിലേക്ക് വരിക? അതായത് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ പോലീസുകാർക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അമാനുഷികമായിട്ടുള്ള ഈ കാര്യത്തിൽ പോലീസുകാർ എന്ത് ചെയ്യാനാണ്? എന്തായാലും ഇതിനുശേഷം പാട്രിക്ക് നേരെ ചെല്ലുന്നത് അവന്റെ ചേട്ടൻ ലിയാമിന്റെ അടുത്തേക്കാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ വെച്ച് തിരിച്ചു കിട്ടിയ ആ ഒരു പാവയുണ്ടല്ലോ, പാവയല്ല മൂങ്ങയുടെ ആ ഒരു ഷേപ്പ്, ഇത് കാണിച്ചുകൊണ്ട് നിനക്കിത് ഓർമ്മയുണ്ടോന്ന് ലിയാമ് ചോദിക്കുകയാണ്. ലിയാമിനോട് ചോദിക്കുകയാണ്. അപ്പൊ ലിയാമ് പറയണം, ഇതുപോലെ നീ കുറെ എണ്ണം ഉണ്ടാക്കിയിട്ടില്ലേ, എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല എന്ന് പറയണം. ചേട്ടാ ഓർക്കുന്നില്ല, ചെറുപ്പത്തിൽ നമ്മൾ ആ ഒരു ടണലിൽ പോയിട്ട് വല്ലാണ്ട് പേടിച്ചു പോയില്ലേ, അന്ന് എന്റെ കയ്യിൽ നിന്ന് നഷ്ടമായതാണിത്. അതുപോലെ ഈ കാണുന്ന തൊപ്പി ഇതും അന്ന് എന്റെ കയ്യിൽ നിന്ന് നഷ്ടമായതാണ്. ഇതെങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. ഇപ്പൊ അവന്റെ ചേട്ടൻ പറയാണ്, എടാ നിനക്കറിയില്ലേ നമ്മുടെ അമ്മയുടെ സ്വഭാവം എന്താന്ന്, നമ്മുടെ എന്തൊരു സാധനം നഷ്ടപ്പെട്ടാലും അത് തേടി കണ്ടുപിടിച്ച് അമ്മ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവെക്കാറുണ്ട്. മിക്കവാറും അമ്മ തന്നെയായിരിക്കണം ഇത് തേടി കണ്ടുപിടിച്ച് ആ ഒരു കാരേജിൽ കൊണ്ടുവച്ചത്. എന്നാൽ ഈ കാര്യമൊന്നും വിശ്വസിക്കാനായിട്ട് പാട്രിക്കിന് പറ്റുന്നില്ല. മാത്രമല്ല ഇതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമായിട്ടും അവന് തോന്നുന്നില്ല. ഇതേ സമയത്ത് തന്നെ പാട്രിക്കിന്റെ ഭാര്യ മകനായിട്ടുള്ള ജെയ്ക്കിനെയും കൂട്ടിക്കൊണ്ട് നേരെ ഒരു പാർക്കിലേക്ക് പോയിട്ടുണ്ട്, ഒന്ന് അവൻ എൻജോയ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട്. നമ്മുടെ ജെയ്ക്ക് ആണെങ്കിൽ ഈ സ്ലൈഡ് ചെയ്യുന്ന പൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു എന്താ പറയാ ഊരിപ്പോകുന്ന സാധനം, അതിന്റെ ഉള്ളിലേക്ക് കുറച്ചു നേരം അങ്ങനെ നോക്കി നിൽക്കുന്നത്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പേപ്പറിന്റെ കഷ്ണവുമായിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട്, അമ്മേ ഇതെനിക്ക് ഒരാൾ തന്നേന്ന് പറഞ്ഞിട്ട് അവൻ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കരീന ആ ഒരു പേപ്പർ തുറന്നു നോക്കിയപ്പോൾ അവളുടെ ഹസ്ബൻഡ് പാട്രിക്ക് ചെറിയ പ്രായത്തിൽ ആ ഗുഹയിലേക്ക് പോയിട്ട് പേടിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ, അത് ആരോ ഡ്രോയിങ്ങിൽ വരച്ചിരിക്കുകയാണ്. ഇതിനുശേഷം രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കിയ സമയത്ത് ആ ഊരി കളിക്കുന്ന കുഴലുണ്ടല്ലോ, ആ കുഴലിന്റെ ഉള്ളിൽ നിന്നും ഇവരെ രണ്ടുപേരെയും, അതായത് കരീനയും അതുപോലെ തന്നെ ജെയ്ക്കിനെയും ആരൊരാൾ നോക്കുന്നത് പോലെയുള്ള ഒരു കാര്യം, ആ ഒരു ചിത്രമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടപാട് തന്നെ ആകെ പേടിച്ചു പോയ കരീന മോനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്താണെങ്കിൽ ജെയ്ക്ക് ആ ഒരു സ്ലൈഡിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടിച്ചെന്ന് അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കരീന വല്ലാത്തൊരു രൂപത്തെ കാണുകയാണ്. വികൃതമായ പല്ലും അതുപോലെ തന്നെ മുഖവും ഒരു ഹുഡിയെല്ലാം ഇട്ടുകൊണ്ട് ഒരു രൂപം. ആ രൂപം ഇപ്പോൾ കരീനയെ നോക്കുകയാണ്. മാത്രമല്ല ഇയാളുടെ കയ്യിൽ വലിയൊരു ബാഗ് ഉണ്ട്. ആ ബാഗിന്റെ സിബ് തുറക്കുന്നുണ്ട്. അസഹനീയമായിട്ടുള്ള വല്ലാത്തൊരു ശബ്ദം. ഇത് കേട്ട് കരീന ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. ഈ കാര്യം കണ്ടുകൊണ്ട് നമ്മുടെ പാട്രിക്ക് ചാടി എഴുന്നേൽക്കുകയാണ്. അതായത് അവൻ കണ്ട ഒരു ദുസ്വപ്നമായിരുന്നു അത്. ഇപ്പൊ ഉള്ളത് പറയുകയാണെങ്കിൽ അവന് ഉറക്കമില്ല, ആകെ ടോട്ടലി കൊളാപ്സ് ആയിരിക്കുകയാണ്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ മനസ്സമാധാനം പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവന്റെ ചേട്ടൻ പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്, സൈക്കോളജി ഡോക്ടറാണ് ബാർബറ. ഈ ബാർബറ ഇപ്പൊ പാട്രിക്കിനെ കാണാനായിട്ട് നേരിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ബാർബറ ഇപ്പോ പാട്രിക്കിനോട് സംസാരിച്ച സമയത്ത് ചില കാര്യങ്ങൾ ബാർബറയ്ക്ക് മനസ്സിലായി. ചെറുപ്പകാലത്തിൽ സംഭവിച്ച എന്തോ ഒരു ട്രോമ അവന്റെ ഉള്ളിലുണ്ട് എന്ന്. അതെന്താന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ കാര്യങ്ങൾ പാട്രിക്ക് പറയാൻ തുടങ്ങുകയാണ്. അതായത് അന്ന് ആ ഒരു ടണലിൽ വെച്ച് എന്തോന്ന് കണ്ട് പേടിച്ച് അവൻ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് വന്നില്ലേ, അച്ഛനാണെങ്കിൽ ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞുതരാമെന്നുണ്ട്. അവന് നേരെ കൂട്ടിക്കൊണ്ടുപോയത് ആ ടണലിലുള്ള ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ്. എന്നിട്ട് അവനോട് അവിടെ വെച്ച് ആ ബാഗ്മാൻ ഉണ്ടല്ലോ അയാളുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. മോനെ നിനക്കറിയോ ഈ ഒരു സ്ഥലത്ത് പണ്ടൊരു ഭൂതമുണ്ടായിരുന്നു, അതിനെല്ലാവരും വിളിച്ചത് ബാഗ്മാൻ എന്നാണ്. അവന്റെ ടാർഗറ്റ് ആയിട്ടുള്ള കുട്ടികൾ ആരാണെന്ന് നിനക്കറിയാൻ ചോദിച്ചപ്പോൾ ഇപ്പൊ നമ്മുടെ പാട്രിക്ക് പറയാണ്, അത് പിന്നെ അച്ഛാ ഈ കുരുത്തക്കേട് കളിക്കുന്ന പറഞ്ഞാൽ കേൾക്കാത്ത അങ്ങനത്തെ കുട്ടികളായിരിക്കില്ലേ എന്ന് അവന്റെ അച്ഛൻ പറയാണ്. അല്ല, ബാഗ്മാൻ ടാർഗറ്റ് ചെയ്യുന്നത് നിന്നെ പോലെയുള്ള നല്ല കുട്ടികളെയാണ്. അവൻ ആദ്യം അവന്റെ ബാഗുമായിട്ട് വരും, എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട സാധനം അവൻ കൊണ്ടുപോകും. അതിനുശേഷമാണ് നിന്നെ അവൻ ബാഗിലാക്കുക. അത് 4 മടക്കി ആ ഒരു ബാഗിൽ വെച്ച് കൊണ്ടുപോകും. ഈ കഥ എന്നോട് പറഞ്ഞു തന്നത് നിന്റെ അപ്പൂപ്പനാണ്. അപ്പൂപ്പൻ ആ ഒരു കഥ പറഞ്ഞു കൊടുത്തത് അപ്പൂപ്പന്റെ അച്ഛനാണ്. അങ്ങനെ തലമുറയായിട്ട് ഈ കഥ ഞാൻ കേൾക്കാറുണ്ട്. അന്ന് ചെറുപ്പത്തിൽ പാട്രിക്ക് കേട്ട ഈ ഒരു കഥ, അല്ലെങ്കിൽ അവന്റെ അച്ഛൻ അവന് പറഞ്ഞു കൊടുത്ത കഥ ഇപ്പോഴും ഒരു ട്രോമയായിട്ട് അവന്റെ മൈൻഡിൽ അങ്ങനെ കിടക്കുകയാണ്. ഈ കാര്യം ഇപ്പോൾ ഡോക്ടർ ബാർബറയ്ക്ക് മനസ്സിലായി കേട്ടോ. ഇതിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇവർക്ക് ഇതെല്ലാം ഒരു വിഡ്ഢിത്തരമായിട്ട് തോന്നുകയാണ്. പഴയ കഥകൾ അങ്ങനെ പണ്ടുള്ള ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ ഈ ഒരു പാട്രിക്കിന് ഒരു മാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവനോട് പറയാണ്. പിന്നീട് ഡോക്ടർ പറഞ്ഞതുപോലെ ടൗണിലുള്ള അവന്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ് ഇപ്പൊ പാട്രിക്ക്. കൂടെ തന്നെ ഭാര്യയുണ്ട്, മകനായിട്ടുള്ള ജെയ്ക്കുണ്ട്. അപ്പൊ ജെയ്ക്കിനെ കൂടെ നിർത്തിക്കൊണ്ട് ചേച്ചി പറയാണ്, ഞാൻ എന്തായാലും വിവരം നോക്കിയോളാം, നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ശരിയാക്കിയിട്ടുണ്ട്, തൽക്കാലം അവിടെ പോയി നിന്നോന്ന് പറയണം. അങ്ങനെ ചേച്ചി ജെയ്ക്കുമായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പാട്രിക്കും അതുപോലെ തന്നെ കരീന ഇവർ രണ്ടുപേരും ആ അപ്പാർട്ട്മെന്റിൽ പോയി നിൽക്കുകയാണ്. ഈ സമയത്ത് പാട്രിക്ക് ചോദിക്കുന്നുണ്ട്, എടോ നിനക്ക് ഞാൻ ഈ പറയുന്ന കഥകളൊക്കെ കേട്ടിട്ട് എനിക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് കരീന പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയില്ലേ, എന്നിട്ട് കഥ പറഞ്ഞു തന്നില്ലേ, അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത്, ആ കാര്യം എന്നോട് പറയുന്നു പറയാണ്. ഇപ്പൊ പാട്രിക്ക് പറയാണ്, അന്ന് രാത്രി തന്നെ അച്ഛൻ എന്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു ഈ ബാഗ്മാന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനൊരു രാക്ഷസനാണെങ്കിലും അവനും അവന്റേതായ ചില വീക്ക്നെസ്സുകളുണ്ട്. അതായത് ഓരോ കുട്ടികളുടെ കയ്യിലുള്ളയും
അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്സ്. അതാണ് ശരിക്കും ഈ ബാഗ്മാന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ടോയ്സ് അവരുടെ കയ്യിലുള്ളിടത്തോളം കാലം ബാഗ്മാന് അവനൊന്നും ചെയ്യാൻ കഴിയില്ല. പാട്രിക്കിന്റെ കേസിലാണെങ്കിൽ അവൻ ഈ മരങ്ങളൊക്കെ ചുരണ്ടാൻ ഉപയോഗിക്കുന്ന ആ ചെറിയ കത്തി ഉണ്ടല്ലോ, അത് തന്നെയാണ് അവന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്. അപ്പൊ അവന്റെ അച്ഛൻ ആ ഒരു കത്തി അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഒരു കാരണവശാലും ഈ കത്തി നീ കളയാൻ പാടില്ല, കളഞ്ഞാൽ അവൻ നിന്റെ അരികിലേക്ക് എളുപ്പം വരും, നിന്നെ അവൻ കൊണ്ടുപോകുകയും ചെയ്യും. പിന്നീട് പാട്രിക്ക് ഭാര്യയോട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ മകൻ ജയിക്കുണ്ടല്ലോ, അവന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ടോയ് എന്ന് വെച്ചാൽ അത് ആ ഒരു ഫ്ലൂട്ട് അല്ലേ, പക്ഷേ നിലവിലിപ്പോ അത് കാണാനില്ല. അതാണ് എന്റെ ഒരു പേടി എന്ന് പറയുന്നത്. ഇതേ സമയത്ത് തന്നെ പാട്രിക്കിന്റെ ചേച്ചിയെ കാണിക്കുകയാണ്. ചെറുക്കൻ അപ്പുറത്തെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല എന്ന് കരുതിയിട്ട് അവര് വേറൊരു റൂമിലാണ്. എന്നാൽ ഒരു മോണിറ്ററിലൂടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ അവന്റെ ചേച്ചി നോക്കുമ്പോൾ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം താഴത്തെ പ്ലംബറെ വിളിച്ച് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഏയ് അങ്ങനെയൊന്നുമില്ല മേഡം എന്ന് പറയണം. പിന്നെ എന്ത് ശബ്ദം ഈ കേൾക്കുന്നത്? അങ്ങനെ സംശയം തോന്നിയിട്ട് ഇപ്പൊ പാട്രിക്കിന്റെ ചേച്ചി വീട് മുഴുവൻ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് കതക് മുട്ടുകയാണ്. അപ്പൊ ആരാന്ന് ചോദിക്കുമ്പോൾ യാതൊരു മറുപടിയില്ല. എന്നാൽ പുറത്ത് വന്ന ആള് ഉള്ളിലുള്ള ലോക്ക് തനിയെ തുറക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയ ചേച്ചി ഓടിച്ചെന്ന് കുട്ടിയെടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡിന്റെ ഉള്ളിൽ പോയിട്ട് വിളിക്കുന്നുണ്ട്. അതായത് വാതിൽ തുറന്നുകൊണ്ട് ഒരാൾ ഉള്ളിലേക്ക് വന്നു എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ഒരു കബോർഡിന്റെ ഉള്ളിൽ ശബ്ദം ഉണ്ടാക്കാതിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ കബോർഡിന്റെ വാതിൽ തുറന്ന് ഒരു ഭീകര മനുഷ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോഴാണ് ആ ബാഗ്മാൻ ഇയാളുടെ മുഖം കാണിക്കുന്നത്. മാത്രമല്ല കുഞ്ഞിനെ കൊടുക്കാതെ ഇറുക്കി പിടിച്ചുകൊണ്ട് നിന്ന അവന്റെ ചേച്ചിയുടെ മുഖത്ത് ഇറുക്കി അങ്ങോട്ട് പിടിക്കുകയാണ് ഈ ബാഗ്മാൻ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. അടുത്ത സീനിൽ കുറെ അധികം പോലീസുകാർ ആൾക്കാർ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്രിക്കിന്റെ ചേച്ചിയുടെ മുഖത്ത് ആ ഒരു പിടുത്തം വന്നില്ലേ, ആ ഭാഗത്ത് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ ചെറുക്കൻ ജയിക്കിന് അവനൊരു കുഴപ്പമില്ല, കാരണം തക്ക സമയത്ത് പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് പാട്രിക്കിന്റെ ചേച്ചി പ്ലംബറെ വിളിച്ച് എന്തെങ്കിലും പണി നടക്കുന്നുണ്ടോ, ഒച്ച കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തോ ഒരു സംശയം തോന്നിയിട്ട് ആ ഒരു പ്ലംബർ നേരത്തെ തന്നെ പോലീസിനെ വിളിച്ചായിരുന്നു. കറക്റ്റ് സമയത്ത് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് ഒതുങ്ങി തീർന്നു. ഇപ്പൊ ആ ഒരു പോലീസുകാരൻ പാട്രിക്കിനെ വിളിച്ചുകൊണ്ടിട്ട് പറയണം, എടോ ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അവന് വിളിച്ചുകൊണ്ടിട്ട് ഒരു കേസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇതേ സെയിം രീതിയിൽ തന്നെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പെൺകുട്ടിയെ ഇതുപോലെ കാണാതായിട്ടുണ്ട്. അവളുടെ അച്ഛൻ പാരലൈസ് ആയിട്ട് നിലത്ത് വീണപ്പോൾ വേഗമായിട്ട് വന്ന ഒരു മനുഷ്യനാണ് മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന് അയാൾ പറഞ്ഞത്. അതായത് ഈ സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു സംഭവം തന്നെ. അതായത് പോലീസുകാരൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകതരം സൈക്കോ ഇറങ്ങിയിട്ടുണ്ട്, അയാളാണ് ആ ഒരു കിഡ്നാപ്പർ എന്നാണ്. എന്നാൽ പാട്രിക്കിന് അറിയാം അതൊരു മനുഷ്യനല്ല, അത് ആ ഒരു ബാഗ്മാൻ ആണെന്ന്. അതായത് ഒരു എന്താ പറയാ, നമ്മുടെ നാട്ടിൽ ഭൂതം എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സാധനം. എന്തായാലും ആ ഒരു പോലീസ് പറയുന്നുണ്ട് ഇവിടെ നിന്ന് സേഫ് ആയിട്ടുള്ള എവിടേക്കെങ്കിലും മാറാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇവർക്കിനി പോകാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. ചേട്ടനായിട്ടുള്ള ലിയാമിന്റെ വീട്ടിലേക്ക് തന്നെ പോവാണ്. കൂടെ തന്നെ ഇവരുടെ ചേച്ചിയും വരുന്നുണ്ട് കേട്ടോ. അവരുടെ മുഖത്തൊക്കെ ആ ഒരു പിടുത്തം വന്നതിന്റെ പാടൊക്കെ ആയതുകൊണ്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് അവരുടെ മുഖത്തിന്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് പാരലൈസ് ആയി പോയിട്ടുണ്ട്. ഇപ്പൊ ചേട്ടനോട് പാട്രിക് അവന്റെ സങ്കടങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് എന്തുകൊണ്ടാണ് ചേച്ചിയുടെ ആ ഒരു മുഖത്തിന്റെ ഒരു ഭാഗം പാരലൈസ് ആയി പോയതെന്ന് ഡോക്ടർമാർക്ക് വരെ പറയാൻ പറ്റുന്നില്ല. അതുപോലെ പേടിയാവുന്നുണ്ട് എന്നുള്ള കാര്യം പാട്രിക് പറയുന്നുണ്ട്. ഇപ്പൊ ലിയാൻ പറയാണ്, നീ എന്തിനാ ഈ പേടിക്കുന്നത്, ഞങ്ങളൊക്കെ കൂടെയില്ലേ, നമുക്ക് എന്ത് വന്നാലും അങ്ങോട്ട് നേരിടാം. ഇതിനുശേഷം പാട്രിക്കിന്റെ ചേച്ചിയെ കാണിക്കുകയാണ്. അവരുടെ ആ ഒരു മുഖത്തിന്റെ ഒരു ഭാഗം ആകെ കൂടിപ്പോയി പാരലൈസ് ആയി എന്ന് പറയുന്നില്ലേ. അവിടെ തന്നെ കരീനയുണ്ട്. എന്തായാലും നിങ്ങൾ ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവൻ പോലും നോക്കാതെ എന്റെ മകനെ രക്ഷപ്പെടുത്തി, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. മാത്രമല്ല ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് തന്നെ കരീനയും പാട്രിക്കും വന്ന് കിടക്കുന്നുണ്ട്. കാരണം അവർ നന്നായിട്ട് ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ മുറിയിലാണ് നമ്മുടെ ജയിക്കിനെയും കിടത്തിയിട്ടുള്ളത്. എന്നാൽ സദാസമയം അവനെ നിരീക്ഷിക്കാനായിട്ട് അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അതിന്റെ മോണിറ്റർ ഇപ്പോ നമ്മുടെ പാട്രിക്കിന്റെ കയ്യിലുമാണ്. അപ്പൊ ഉറങ്ങാതെ അതിലേക്ക് തന്നെ അവൻ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത്. അതിനർത്ഥം എന്താണ്, ബാഗ്മാൻ വന്നു കഴിഞ്ഞു എന്ന്. അതുപോലെ തന്നെ ക്യാമറയിൽ ഇപ്പൊ കാണുന്നത് ജയിക്കിനെ ആയിരുന്നില്ല, പകരം ഈ ബാഗ്മാന്റെ ഫേസ് ആണ്. ഒരു വല്ലാത്ത രീതിയിൽ ജയിക്കിനെ നോക്കിയിട്ട് ആ ബാഗ്മാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം തന്നെ മകന്റെ റൂമിലേക്ക് ഓടി പോകാൻ നോക്കുമ്പോൾ പുറത്ത് തന്നെ ബോധമില്ലാതെ കിടക്കുന്ന അവന്റെ ചേട്ടന്റെ ഭാര്യ രണ്ടുപേരെയും കാണുകയാണ്. രണ്ടുപേരുടെ ശരീരവും പാരലൈസ് ആയി പോയിട്ടുണ്ട്. അതുപോലെ ഡാഡി ഡാഡി എന്ന് ജയിക്ക് വിളിക്കുന്ന ആ ഒരു ശബ്ദവും ഇപ്പൊ കേൾക്കുന്നുണ്ട് കേട്ടോ. വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു ബാഗിന്റെ ഉള്ളിൽ ജയിക്കിനെ ഈ ബാഗ്മാൻ ഇട്ട് പൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ബാഗ്മാൻ പാട്രിക്കിനെ നോക്കിയിട്ട് ഒരു ചിരി ചിരിക്കുകയാണ്. നിന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ നിന്റെ മോനെ രക്ഷിക്കട എന്ന ഭാവത്തിൽ. പെട്ടെന്ന് തന്നെ ബാഗ്മാൻ നമ്മുടെ ഈ ഒരു ജയിക്കുമായിട്ട് അവിടെ ഓടുന്നുണ്ട്. ഇതിനുശേഷം വീടിന്റെ പുറത്തേക്ക് ഓടി വന്നപ്പോഴാണ് ജയിക്ക് ഒരു കാര്യം കാണുന്നത്. അതായത് ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി രണ്ട് പോലീസുകാർ പുറത്തുണ്ടായിരുന്നല്ലോ, ആ രണ്ടുപേരും ഇപ്പൊ ബോധമില്ലാതെ കിടക്കുകയാണ്. ഇപ്പൊ ആ ഒരു ബാഗ്മാൻ ഓടുന്നുണ്ട്, അതിന്റെ പിന്നാലെ തന്നെ പാട്രിക്കുണ്ട്. എന്നാൽ ഈ സ്ഥലത്തിലെ ഓരോ ഊടുവഴികളും അവന് നന്നായിട്ട് അറിയാം. ഓടി ഓടി അവസാനം പാട്രിക്കിന്റെ കണ്ണിൽ നിന്നും ഈ ബാഗ്മാൻ മറഞ്ഞു പോവാണ്. എന്നാൽ അവനെ എങ്ങനെയൊക്കെ ഓടിയാലും എങ്ങോട്ടേക്ക് ഓടിയാലും അവസാനം അവൻ എങ്ങോട്ടാ പോവാന്നുള്ള കാര്യം നമ്മുടെ പാട്രിക്കിന് നന്നായിട്ട് അറിയാം. ആ സ്ഥലം തന്നെ, ആ പഴയ ടണല്, എന്തായാലും അവൻ അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക. പാട്രിക്കും നേരെ ആ രാത്രിയിൽ പോകുന്നത് ആ ടണലിലേക്കാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ടണലിലേക്ക് പോകുന്നത് വ്യക്തമായിട്ട് കാണാം. അതായത് ആ ഒരു ബാഗ്മാൻ കയ്യിൽ ബാഗും വെച്ചുകൊണ്ട് നേരെ ആ ഒരു ഗുഹയിലേക്ക്, അതായത് ടണലിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഇപ്പൊ നമ്മുടെ ഈ ഒരു പാട്രിക്ക് നേരിട്ട് കാണുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ല അല്ലെങ്കിൽ വരില്ല എന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞ
പ്രതിജ്ഞയെടുത്ത ആ ഒരു സ്ഥലത്തേക്ക് ഈ രാത്രിയിൽ തന്നെ പാട്രിക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവൻ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് അവന്റെ മകൻ അതായത് ജയ്ക്ക് അവനിങ്ങനെ വിളിക്കുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ എവിടെ നിന്നാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ച് പാട്രിക്ക് ഉള്ളിലേക്ക് പോയി നോക്കുകയാണ്. പോയി നോക്കുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ഗുഹയുടെ ഉള്ളിൽ മറ്റൊരു വലിയ ഗുഹ എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു സ്ഥലം. അതിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് ചെറിയ ചെറിയ കുരുവിക്കോടുകൾ ഉണ്ടല്ലോ, അതുപോലെ ഒരുപാട് കോടുകൾ. അങ്ങനെ ഓരോ കോട്ടിന്റെ ഉള്ളിലും ചെറിയ ചെറിയ ടോയ്സുകൾ ഉണ്ട്. അതിനർത്ഥം എന്താണ്? ഈ ടോയ്സിനെല്ലാം ഉടമയായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവുമല്ലോ, ആ കുട്ടികളെ ഈ ബാഗ്മാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ നിലവിൽ ആ ഒരു ബാഗ്മാൻ ഇപ്പൊ ഇവിടെ ഇല്ല. മാത്രമല്ല അവന്റെ ബാഗ് ആണെങ്കിൽ തൊട്ട് മുന്നിൽ കാണുകയാണ്. നേരെ അത് പോയിട്ട് അതിന്റെ ആ ഒരു സിബ് അവൻ തുറക്കുന്നുണ്ട്. ഓരോ സിബും തുറക്കുമ്പോൾ ടക്ക് ടക്ക് എന്നുള്ള ആ ഒരു ശബ്ദം വരുന്നുണ്ട്. പേടിയുണ്ടെങ്കിലും തന്റെ മോന് അതായത് ജയ്ക്ക് ഉള്ളിലുണ്ടല്ലോ, അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഭയം ഉണ്ടെങ്കിലും അവൻ അത് തുറക്കുകയാണ്. എന്നാൽ തുറന്നു നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. കാരണം അതിന്റെ ഉള്ളിൽ ജയ്ക്കില്ലായിരുന്നു. പകരം അവൻ അന്ന് ഗാരേജിൽ വെച്ച് കണ്ട ആ ഒരു പാവയുണ്ടല്ലോ, വെറും ആ ഒരു പാവയെ മാത്രമാണ് കാണുന്നത്. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് പാട്രിക്കിന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇവിടെ വെച്ചാണ് ആ ഒരു ബാഗ്മാന്റെ യഥാർത്ഥ ചതി നമുക്ക് മനസ്സിലാകുന്നത്. അതായത് കുറി വെച്ചത് ജയ്ക്കിനല്ല, കുറി വെച്ചത് പാട്രിക്കിനാണ്. ജയ്ക്കിനെ തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ കാണിച്ച് പാട്രിക്കിനെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കലായിരുന്നു ഈ ബാഗ്മാന്റെ ലക്ഷ്യം. അതുപോലെ ജയ്ക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവന് കുഴപ്പമൊന്നുമില്ല, അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഒന്നും തിരിയാതെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന പാട്രിക്കിന്റെ പിന്നിലൂടെ അവിടെ ഉണ്ടായിരുന്ന പാറയുടെ വിടവുണ്ട്. ആ വിടവിലൂടെ ഒരു കൈ വന്ന് അവന്റെ മുഖത്ത് ഒരൊറ്റപ്പെടുത്താണ്. അതോടുകൂടിയിട്ട് അവന്റെ ബോധം പോയി, അതായത് പാരലൈസ് ആവുകയാണ്. എന്നാൽ ചെറിയ രീതിയിലൊക്കെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ സമയത്ത് അവന്റെ അരികിലേക്ക് ആ ഒരു ബാഗ്മാൻ നേരിട്ട് വരികയാണ്. മുഖത്തോട് മുഖം ആദ്യമായിട്ടാണ് ഇപ്പൊ പാട്രിക്കും അതുപോലെ തന്നെ ഈ ഒരു ബാഗ്മാന് നേരിട്ട് കാണുന്നത്. അങ്ങനെ പാരലൈസ് ആയി കിടക്കുന്ന പാട്രിക്കിന് പല കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട്. അതായത് അവന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഈ ബാഗ്മാൻ ഉണ്ടല്ലോ, ആരെങ്കിലും നോട്ടം ഇട്ട് കഴിഞ്ഞാൽ ആദ്യം അവരുടെ മുടി കെട്ടിയെടുക്കും, അതായത് മുറിച്ചെടുക്കും. ഇതിനുശേഷം ഈ ബാഗ്മാൻ ലക്ഷ്യമാക്കിയ ആളെ വല്ലാണ്ട് ഭയപ്പെടുത്തും. അതിനുശേഷം ഇയാളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ്സ് അത് ഈ ബാഗ്മാൻ കൈക്കലാക്കും. ഈ 3 പരിപാടിയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു രക്ഷയില്ല, ബാഗ്മാന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതേ സമയത്താണ് നമ്മുടെ ഹീറോ അതായത് പാട്രിക് അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞ അവന്റെ ആ ഒരു നൈഫിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അന്ന് ആ ഒരു ലോൺ പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നായിരുന്നല്ലോ. അതിന്റെ ആ ഒരു ടെൻഷനിൽ ആ കത്തി ടേബിളിൽ കുത്തിയപ്പോൾ രണ്ടായിട്ട് പൊട്ടിയില്ലേ, അത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡസ്റ്റ്ബിനിൽ ഇട്ടായിരുന്നു. ഇതിനുശേഷമാണ് അസ്വാഭാവികമായിട്ടുള്ള പല കാര്യങ്ങളും അവന് ഫീൽ ആവാൻ തുടങ്ങിയത്. അതായത് അപ്പം മുതലാണ് ഈ ഒരു ബാഗ്മാൻ അയാളുടെ പണി ആരംഭിച്ചത്. ഇപ്പൊ അവിടെ ഒരു കുരുവിക്കൂട് കാണിക്കുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ ഇപ്പൊ പാട്രിക്കിന്റെ ആ നൈഫും ഉണ്ടായിരുന്നു. അതിനർത്ഥം എന്താണ്? പൂർണ്ണമായിട്ടും അവൻ ഈ ഒരു ബാഗ്മാൻ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു പാതി അബോധാവസ്ഥയിൽ കിടക്കുന്ന പാട്രിക്ക് നോക്കുമ്പോൾ ഈ ബാഗ്മാന്റെ കയ്യിലായിട്ട് ആ ഒരു ഫ്ലൂട്ട് കൂടെ ഉണ്ട്. അത് അവന്റെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് ഈ ബാഗ്മാൻ അങ്ങനെ വായിക്കുകയാണ്. അതിനർത്ഥം ഈ ബാഗ്മാന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ഈ പാട്രിക്കിന്റെ മകനായിട്ടുള്ള ജയ്ക്കാണ്. അവനെ സങ്കടപ്പെടുത്താനും ദേഷ്യം പിടിപ്പിക്കാനും മാത്രമായിട്ടാണ് ഈ ഒരു ഫ്ലൂട്ട് ബാഗ്മാൻ അവിടെ ഇരുന്ന് അങ്ങനെ വായിക്കുന്നത്. ഇതിനുശേഷം ഇവനെ 4 മടക്കി ആ ഒരു ബാഗിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ബാഗിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബാഗ്മാൻ. എന്നാൽ ഇതേ നേരത്തും പാട്രിക്കിന് അവൻ മരിക്കുന്ന കാര്യത്തിലല്ല പേടി ഉണ്ടായിരുന്നത്, മകന്റെ കാര്യത്തിൽ. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഈ സമയത്താണ് അവന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം പാട്രിക്കിന് ഓർമ്മ വരുന്നത്. അതായത് ഈ ലോകത്തിൽ തിന്മയുണ്ടെങ്കിൽ നല്ലതുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ പാട്രിക് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും മോനെ രക്ഷിക്കണം രക്ഷിക്കണം രക്ഷിക്കണം. കൈകൾ പതിയെ പതിയെ അവൻ അനക്കാൻ നോക്കുന്നുണ്ട്, ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ അവന്റെ കത്തി അവിടെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അവൻ എടുക്കുകയാണ്. എന്നിട്ട് അവനെ ബാഗിലേക്ക് വലിച്ചു കയറ്റാൻ വന്ന ഈ ബാഗ്മാന്റെ കഴുത്തിലേക്ക് തന്നെ ആ ഒരു കത്തി ഒരൊറ്റ കുത്തലാണ്. ആ ഒരു കുത്ത് കിട്ടിയ പാട് തന്നെ അവിടെ ഉണ്ടായിരുന്ന കല്ലിന്റെ വിടവിലേക്ക് ഈ ഒരു ബാഗ്മാൻ ഒരു എന്താ പറയുക ഒരു പഴുതാരിയെ പോലെ കയറി പോകുകയാണ്. ഇതിനുശേഷം പെട്ടെന്ന് തന്നെ പാട്രിക് ഉണ്ടല്ലോ ആ ഒരു ഓടക്കുഴൽ അത് എടുത്തുകൊണ്ട് ഇവിടുന്ന് ഓടുകയാണ്. അതായത് പാട്രിക്കിനെ രക്ഷപ്പെടുത്തേണ്ടത് അവന്റെ ജീവനല്ല, മകന്റെ ജീവനെയാണ്. എന്നാൽ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും വീണ്ടും ആ ഒരു ബാഗ്മാൻ വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യാണ്. അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാനൊന്നും പാട്രിക്കിന് കഴിയുന്നില്ല. എന്നാൽ കയ്യിലുണ്ടായിരുന്ന ജയ്ക്കിന്റെ ആ ഒരു ഓടക്കുഴൽ പുറത്തേക്ക് ഒരൊറ്റ ഏറ് കൊടുത്തിട്ട് പറയണം, ഒരു കാരണവശാലും നിനക്ക് എന്റെ മോനെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ, നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ അങ്ങോട്ട് ചെയ്തു കൂട്ട്. സകല ധൈര്യം സംഭരിച്ചുകൊണ്ട് പാട്രിക്ക് ഇപ്പൊ അതിന് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. മാത്രമല്ല ഇതേ നേരത്ത് ജയ്ക്കിന്റെ ആ ഒരു ഓടക്കുഴൽ പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന ഈ ഒരു ബാഗ്മാന് പാട്രിക്കിനെ കഴുത്തിൽ പിടിച്ച് അവനെ തൂക്കി അങ്ങനെ എടുക്കുകയാണ്. ഇതേ നേരം പാട്രിക്ക് ഈ ഒരു ബാഗ്മാന്റെ തലയിലുണ്ടായിരുന്ന ആ ഒരു ഹുഡി ഉണ്ടല്ലോ അതങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോഴാണ് 100% ക്ലിയർ ആയിട്ട് ഈ ബാഗ്മാന്റെ തല കാണിക്കുന്നത്. വല്ലാത്ത വികൃതമായിട്ടുള്ള ഒരു തല തന്നെ. ഇതൊരു ഭൂതമാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിയാണോ എന്നൊന്നും അറിയില്ല. അവസാനമായിട്ട് പാട്രിക്ക് അവന്റെ ആ ഒരു മുഖത്തിനെ കണ്ടു. അതോടൊപ്പം തന്നെ പാട്രിക്കിനെ 4 മടക്കി ആ ഒരു ബാഗിലേക്ക് ഇട്ട് ആ ബാഗിന്റെ സിബ് ക്ലോസ് ചെയ്യാണ്. അതായത് എല്ലാവരെയും പോലെ തന്നെ പാട്രിക്കിനെയും ആ ഒരു ബാഗ്മാൻ അവന്റെ കയ്യിലാക്കിയിട്ടുണ്ട്. കാരണം ചെറുപ്പം മുതലേ ഈ പാട്രിക്കിനെ ബാഗ്മാൻ നോട്ടിട്ടതാണ്. എന്തായാലും ആ രാത്രി കഴിഞ്ഞു പോവാണ്. പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ പാട്രിക്കിനെ കാണാത്തത് കൊണ്ട് തന്നെ പോലീസുകാരും അതുപോലെ തന്നെ അവന്റെ ചേട്ടനും ചേച്ചിയും എല്ലാവരും തെരഞ്ഞുകൊണ്ട് ഈ ഒരു ടണലിന്റെ ഭാഗത്തേക്കാണ് വരുന്നത്. അതിനുള്ളിലേക്ക് ഇവർക്ക് കയറാൻ കഴിയുന്നില്ല. എന്നാൽ ടണലിന്റെ പുറത്ത് വെച്ചിട്ട് ഇപ്പൊ പാട്രിക്കിന്റെ ഭാര്യ കരീന ഉണ്ടല്ലോ അവൾക്ക് ആ ഒരു ഫ്ലൂട്ട് കിട്ടുകയാണ്. ഇപ്പൊ ഏകദേശം ഇവർക്ക് കാര്യങ്ങൾ
കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഈ നാട്ടിൽ വെച്ചും പല നാട്ടിൽ വെച്ചും ഒരുപാട് പേരെ കാണാതായില്ലേ, അതുപോലെ പാട്രിക്കിനെയും കാണാതായിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഫ്ലോട്ട് അത് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരനും പാട്രിക് തന്നെയായിരിക്കണം. എന്തായാലും ഇതിനുശേഷം അവൻ നഷ്ടമായി എന്നുള്ള ആ ഒരു കാര്യം കരീന അക്സെപ്റ്റ് ചെയ്യാണ്. ഇതിനുശേഷം ഈ ഒരു നാട്ടിൽ ഇനി ഒരിക്കലും നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ കരീന ഇപ്പോൾ ജേക്കിനെയും കൂട്ടി ഇവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവൾ ആ ഒരു ഗിഫ്റ്റ് അവന് വീണ്ടും തിരിച്ചു കൊടുക്കുകയാണ്. അവന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്ലോട്ട് തന്നെ. മാത്രമല്ല അവനോട് അവസാനമായിട്ട് കരീന ഒരു കാര്യം പറയുന്നുണ്ട്, മോനെ നിനക്ക് ഈ ഒരു ഫ്ലോട്ട് എത്ര പ്രിയപ്പെട്ടതാണ്. ഇപ്പൊ ജേക്ക് പറയണതാ ഇത്രയും. ഓക്കെ മോനെ, എന്തായാലും നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ ഓടക്കുഴല് ഒരു കാരണവശാലും നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നീ ഉപേക്ഷിക്കാൻ പാടില്ല കേട്ടോ. ഇല്ലമ്മേ, ഇത് ഞാൻ എപ്പോഴും എന്റെ കൂടെ വെക്കും, കാരണം ഇതെന്റെ അച്ഛന്റെ ഓർമ്മയാണ്. സോ അവര് രണ്ടുപേരും ഈ നാട് വിട്ട് തന്നെ ഇവിടുന്ന് ഒരുപാട് ദൂരേക്ക് പോകുന്നുണ്ട്. എന്നാൽ വ്യക്തമായിട്ട് എന്താണ് ഈ ബാഗ്മാൻ, അവൻ എന്തിനിത് ചെയ്യുന്നു എന്നൊന്നും കാണിക്കുന്നില്ല. ഇങ്ങനെയാണ് ഈ ഒരു സിനിമ തീരുന്നത്. എന്നാൽ ആരാണ് ഈ ബാഗ്മാൻ എന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതായത് ബ്രഹ്മയുഗത്തില് യക്ഷിയൊക്കെ കാണിക്കുന്നില്ലേ, അതുപോലെ ഒരു വിചിത്രമായിട്ടുള്ള ജീവി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ മാടൻ മറുത എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകതരം ഭൂതം, അത്ര തന്നെ. അതാണ് ബാഗ്മാൻ. അവന്റെ കഥയൊന്നും കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്തായാലും ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.